നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. കേസിന്റെ മറ്റുള്ളടക്കത്തിലേക്ക് കോടതി പോയിട്ടില്ലെന്നും കോടതി ഉത്തരവ് ലഭിച്ച ശേഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അതേസമയം മന്ത്രി സജി ചെറിയാൻ അടിയന്തരമായി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ മുഖ്യമന്ത്രി സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. നിയമപരിശോധനയ്ക്ക് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും വ്യക്തമാക്കി. ഭരണഘടനയെ വിമർശിച്ചതിലുള്ള കേസിൽ പുനരന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. കേസിന്റെ മറ്റുള്ളടക്കത്തിലേക്ക് കോടതി പോയിട്ടില്ല. ഏതു ഭാഗത്താണ് വീഴ്ചയുണ്ടായതെന്ന് പോലീസ് പരിശോധിക്കട്ടെ. കോടതി ഉത്തരവ് ലഭിച്ച ശേഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. അത് സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചിട്ടാണല്ലോ ഇന്നിപ്പം പറഞ്ഞിട്ടുള്ളത്. പുനരന്വേഷണം നടത്തുന്നതിന് കോടതി പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കണം. പുനരന്വേഷണം നടത്താൻ കാരണമായ കാര്യങ്ങൾ എന്താണെന്നും കോടതി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കക്ഷി ആയില്ലല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് അന്വേഷണത്തിൽ കൊടുത്ത റിപ്പോർട്ടും അതിൻ്റെ ഭാഗമായി തിരുവല്ലയിലെ കോടതി എടുത്തിട്ടുള്ള തീരുമാനവും ആണല്ലോ കോടതി പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അതിനകത്ത് അന്വേഷണം വേണമെങ്കിൽ അന്വേഷിക്കാം. സ്വാഭാവികമായിട്ടും ഞാനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം എന്ന നിലയിൽ എൻ്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു. കേൾക്കാതിരിക്കാനുള്ള അവകാശവും കോടതിക്കുണ്ട്, കേൾക്കേണ്ടതായിരുന്നു. അതേസമയം മന്ത്രി സജി ചെറിയാൻ അടിയന്തരമായി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. അല്ലെങ്കിൽ മുഖ്യമന്ത്രി സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. മുൻപ് രാജിവെക്കാനുണ്ടായ സാഹചര്യത്തെക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. ഇനിയും അന്വേഷണം പ്രഹസനമായി മാറും. അതുകൊണ്ട് അടിയന്തരമായി ഗുരുതരമായ ഈ പരാമർശത്തിന്റെയും കോടതി വിധിയുടെയും പശ്ചാത്തലം സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. എന്നാൽ നിയമപരിശോധനയ്ക്ക് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുനരന്വേഷണം നടക്കട്ടെ. അതിന് ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതിയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാൻ സാധിക്കുന്ന നിലപാട്. എന്താണെന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.